ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഏവരുടെയും ജാതകം ഒരു ഉത്തമമായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് ഉത്തമം. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ആയില്യം നക്ഷത്രക്കാർക്ക് 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ദേഹപുഷ്ടിയും ധനപുഷ്ടിയും ഒക്കെ ഉണ്ടാകുന്ന കാലം തന്നെയാണ്. ശരീരസുഖവും സാമ്പത്തിക ഭദ്രതയൊക്കെ നിങ്ങൾക്കുണ്ടാവും. 2026 പൊതുവെ പ്രതീക്ഷ നൽകുന്ന വർഷം തന്നെയാണ്. നിങ്ങൾക്ക് ജനുവരി മാസങ്ങളിൽ നാനാസ്ഥലങ്ങളിൽ നിന്നും സഹായങ്ങളും സഹകരണമൊക്കെ ലഭിക്കും. ഭരണാധികാരികളുടെ വാത്സല്യം ലഭിക്കാനുള്ള സാധ്യത, മേലുദ്യോഗസ്ഥരുടെയോ ഭരണാധികാരികൾക്ക് വാത്സല്യപാത്രമാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉപരി പഠനത്തിനുള്ള യോഗം കാണുന്നു. വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. പ്രവർത്തന വിജയത്താൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും കാണുന്ന സമയമാണ്. മുടങ്ങിക്കിടന്ന സംരംഭങ്ങളൊക്കെ ഈ ബിസിനസ്സുകാർക്കൊക്കെ മുടങ്ങിക്കിടന്ന പല സംരംഭങ്ങളും പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചിലർക്ക് സ്വന്തം വീട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചില ബന്ധങ്ങൾ വഷളാകുന്നതിൻ്റെ പേരിലോ മറ്റ് ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് വീട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ കാണുന്നു. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. പ്രതീക്ഷിച്ചിരുന്ന ധനം വന്നു ചേരാൻ ഇടയുള്ള സമയമാണ്. അതുപോലെ കോടതി കേസുകളിലൊക്കെ വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങൾ ഈ എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അസംതൃപ്തി അതിന് പാത്രമായി തീരുന്നതാണ്. മറ്റുള്ളവർക്കൊക്കെ ഒരു ശത്രുതാ മനോഭാവം നിങ്ങളോട് വെച്ച് പുലർത്തും. മറ്റുള്ളവരെ സഹായിച്ച നഷ്ടം വരുത്താതെ നോക്കേണ്ട സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങളുടെ മുൻകോപവും പിടിവാശിയും മൂലം മറ്റുള്ളവരുടെ അതൃപ്തി, മറ്റു ബന്ധുക്കളുടെയൊക്കെ അതൃപ്തിക്ക് നിങ്ങൾ പാത്രമാകേണ്ടതായിട്ട് വരും. അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കം സംഭവിക്കുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. എന്നാൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ്. ഈ കലാകാരന്മാർക്കൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാം. അതുപോലെ കർമ്മരംഗത്ത് സ്ഥിരത കൈവരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. ചിലരൊക്കെ പുതിയ കർമ്മമേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് അധ്വാന ഭാരമൊക്കെ വർദ്ധിക്കും, ജോലി ഭാരം വർദ്ധിക്കുന്നതാണ്. പുതുതായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. വിവാഹ ആലോചനകൾക്കൊക്കെ ഒരുവിധം ഗുണഫലങ്ങൾ കാണുന്ന സമയമാണ് ഈ 2 മാസങ്ങളിൽ. ഗൃഹത്തിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന സംഭവങ്ങൾ കുറേയേറെ ഉണ്ടാവും. മനസ്സിന് സുഖമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ നിർബന്ധിതരാകുന്നതാണ്. സന്താനങ്ങൾക്ക് മികച്ച പഠനത്തിന് അവസരം ഒരുങ്ങുന്നതാണ്. നിങ്ങളുടെ സന്താനഭാവം ഗുണകരമാണ്. ബിസിനസ്സിൽ ഇടിവുണ്ടാവുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലെടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് വിഷം തീണ്ടാൻ സാധ്യതകളുണ്ട്. ആ സമയത്ത് യാത്രകൾ ഒഴിവാക്കുക. ഇഴജന്തു ശൈല്യമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നതൊക്കെ ഗുണകരമായിരിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വിലപ്പെട്ട രേഖകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വസ്തുതർക്കമൊക്കെ പരിഹരിക്കാനായിട്ട് വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന യാത്രകൾക്കൊക്കെ ഒരുവിധം ഫലം ലഭിക്കുന്ന സമയമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് വിശ്വസിച്ച ഒരാൾ വഞ്ചിതരാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഇതിന് പരിഹാരമായിട്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രം വ്യാഴാഴ്ചകൾക്ക് ദർശിക്കുന്ന ഗുണകരമാണ്. അതുപോലെ തന്നെ നിങ്ങൾ സർവ്വദോഷങ്ങൾക്ക് മാറി കിട്ടാനായിട്ട് ഈ വർഷം മുഴുവൻ എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുകയും ഭഗവാൻ നാരങ്ങമാലയൊക്കെ കൊടുക്കുന്നത് ഗുണകരമായിരിക്കും. ഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയൊക്കെ കാരണത്താൽ കാലമൊരുമിതം അനുകൂലമായിട്ട് ജീവിതം സമ്പൽ സമൃദ്ധമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.